ഹലോ എവരി വൺ, വെൽക്കം ടു മിക്സ് വ്ളോഗ്സ് ഫോർ യു ചാനൽ. ഇന്നുണ്ടല്ലോ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. എന്താ പറഞ്ഞാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് അരി ഉണ്ട അല്ലെങ്കിൽ റൈസ് ലഡു എന്ന് പറയും. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടി കുറച്ച് പുഴുക്കലരി എടുക്കുന്നുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പ പാത്രത്തിലേക്കിട്ട് അതിൻ്റെ വെള്ളമൊക്കെ അരിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊരു തുണിയിലിട്ടിട്ട് ഉണക്കിയെടുത്താലും മതി. അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ ഈ വെള്ളമൊക്കെ അരിച്ച് മാറ്റി വെച്ച് അരി ഇടുന്നുണ്ട്. അരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം സ്റ്റാർട്ടിങ്. കാരണം അതിൽ വെള്ളത്തിൻ്റെ അംശം കുറച്ചുണ്ടാവും. അതപ്പം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് സ്റ്റാർട്ടിങ് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ശർക്കര എടുക്കുക കേട്ടോ. അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ട് കുറച്ച് ശർക്കര ഇട്ടു. അതിലേക്ക് മെൽറ്റ് ചെയ്യാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് മെൽറ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പം ഞാൻ ഇളക്കി കൊടുക്കുമ്പം ഒരു സംഭവം ഉണ്ടായി. പാത്രം കുറച്ച് കുഞ്ഞായിപ്പോയി കേട്ടോ, ഞാൻ വറുക്കാനെടുത്ത പാത്രം. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. കുറച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ നിങ്ങൾ അരി വറുക്കാൻ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാം താഴേക്ക് പോവും. വറുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഏകദേശം അരിയൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇപ്പോൾ അരി കണ്ടോ, നല്ല രസമല്ലേ, നല്ല തുള്ളി കളിക്കുന്നുണ്ട് അരിയൊക്കെ. അപ്പോൾ ഇങ്ങനെ എല്ലാ അരിയും പൊട്ടി പൊട്ടി നല്ല ചുമന്ന നിറമായിട്ട് വരും. നല്ല ചുമന്ന നിറമായിട്ട് വരുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല സ്മെല്ലാട്ടോ വറുക്കുമ്പോൾ. കണ്ടോ, ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മളിപ്പം ശർക്കര പാനിയാക്കാൻ വെച്ചോ, അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ അരി വറുത്തിലേക്ക് കുറച്ച് ഏലക്കക്കുരു, ഒരു അര സ്പൂണ് ജീരകം, നല്ല ജീരകം, ഒരു 3-4 മണി കുരുമുളക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതേപോലെ കണ്ടോ, നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാ അരിക്കൂട്ടും നമ്മൾ വറുത്ത് വെച്ച അരിക്കൂട്ടുണ്ടല്ലോ, അതൊക്കെ ഇതേപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 പഴം ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് ചെയ്യുന്നതുകൊണ്ടാണ് പഴം ഇടുന്നത്. ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ പഴം സ്കിപ്പ് ചെയ്യുക കേട്ടോ, പെട്ടെന്ന് കേടുവരും. ഇതൊരു 10 ദിവസം വരെ വെച്ചാലും ഒന്നും ആവത്തില്ല. അതിൽ കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ പഴം സ്കിപ്പ് ചെയ്യാം. പഴം 2ആയി മുറിച്ച് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് അതും കൂട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ പൊട്ടുകടല എന്ന് പറയും. അപ്പോൾ നിങ്ങളെന്താ പറയുന്നത്, പൊട്ടുകടലേന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം അതും ചേർത്തു. അതിലേക്ക് പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ഇതേപോലെ. എന്നിട്ട് നമ്മൾ ഒരുക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അത് ചേർക്കണം. അത് ചേർത്തിട്ട് എല്ലാം ഒരുമിച്ച് ചേർക്കണ്ട, നോക്കി നോക്കി കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. കണ്ടോ, ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കുറേശ്ശെ നോക്കി നോക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഉണ്ട പിടിക്കാൻ പാകത്തിന് നമ്മൾ ശർക്കര പാനി ചേർത്താൽ മതി. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓരോരോന്ന് ഉണ്ടയായി പിടിച്ച് ലഡുവാക്കി വെച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി അരി ഉണ്ട അല്ലെങ്കിൽ റൈസ് ലഡു റെഡി. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഉണ്ടാക്കി നോക്കൂ. വളരെ ഹെൽത്തിയുമാണ്, ഈസിയുമാണ്. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതോടൊപ്പം പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ശരി, അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റ ബൈ ബൈ.